ആർക്കും വരാൻ പറ്റുക? ലാസ്റ്റ് വൺ വേറെന്തെങ്കിലും വരാമോ? ഒന്ന് വരാമോ? വന്നോളൂ, പേടിക്കണേ, കേട്ടോ. വന്നോളൂ. ഓക്കെ, നമുക്ക് കുറച്ച് മെന്റലിസം പെർഫോമൻസ് കാണാല്ലേ. മേടിക്കാനൊന്നുമില്ല. മെന്റലിസം എന്ന് പറയുന്നത് മാജിക്, അതിൻ്റെ കുറച്ച് വെർഷനായിട്ടുള്ള ഒരാണ്. പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ നമുക്കൊരു കാര്യം, എൻ്റെ കയ്യിൽ എൻ്റെ ഫോണിൽ കുറച്ച് സെലിബ്രിറ്റീസ്, സെലിബ്രിറ്റീസിൻ്റെ മലയാളം, തമിഴ്, ഹിന്ദി ഫിലിം സ്റ്റാർസ്, ഇങ്ങനെ ഒരു പേജ് മാത്രമേ ഉള്ളൂ. ആകെ ഒരു പേജ് മാത്രമേ ഉള്ളൂ. അതിൽ ഒരു 93 സെലിബ്രിറ്റീസിൻ്റെ പേരുകളുണ്ട്. എല്ലാ സെലിബ്രിറ്റീസിനും ഓരോ നമ്പറുകളാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ 1 മോഹൻലാലാണെങ്കിൽ 2 മമ്മൂട്ടി, അങ്ങനെ എല്ലാ പേരുകളും ഓരോ നമ്പറുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ നമ്പറും നമുക്ക് ആലോചിപ്പിക്കാൻ പറ്റില്ല അല്ലേ? നോർമലായിട്ടുള്ള ഒരാൾക്ക് ആലോചിപ്പിക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളെ. അപ്പോൾ നമുക്ക് എല്ലാ വ്യക്തികൾക്കും ഓരോ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളെ ആ വ്യക്തിയിലേക്ക് എത്തിക്കുക, അതാണ് ഞാൻ മെന്റലിസത്തിലൂടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരു അമ്പലപ്പുണ്ട് അല്ലേ? ഈ അമ്പലപ്പൊന്ന് കയ്യിലോട്ട് വെച്ചോളൂ. അപ്പൊ മാജിക്കും മെന്റലിസും ഒക്കെ കുറെ തെറ്റാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? തെറ്റ് പറ്റണമെങ്കിൽ എല്ലാവരും ക്ഷമിക്കില്ലേ? ക്ഷമിക്കല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ തുടങ്ങാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീത്ത് ചെയ്തേ. ജസ്റ്റ് ബ്രീത്ത്, റിലാക്സ് ആൻഡ് ബ്രീത്ത്. ഓക്കെ, എനിവൺ ഒരു 2 പേരെ ചൂസ് ചെയ്യാം. അവരവരുടെ സ്ഥാനത്ത് തന്നെ നിന്നാൽ മതി. ജസ്റ്റ് ഒന്ന് 2 പേര്, എനിവൺ 2 പേരാണെങ്കിൽ സെലക്ട് ചെയ്യാം. ആരാണ്? ഒന്ന് എണീറ്റിക്ക. എൻ്റെ പേരെന്താ? നെക്സ്റ്റ് വൺ. എങ്കിലും ബോയ്സിൻ്റെ നിന്നൊക്കെ ആരെങ്കിലും ചോദിച്ചോളൂ. ബ്രോ ഒന്ന് എണീറ്റിക്കാം. എന്താ പേരെന്താ? അസീഫ്. 2 പേർക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. ഓക്കെ, 2 പേര് ജസ്റ്റ് ഒന്ന് ബ്രീത്ത് ചെയ്യാമോ? ജസ്റ്റ് ഒന്ന് ബ്രീത്ത് ആൻഡ് റിലാക്സ് ചെയ്താൽ ബ്രീത്ത് റിലാക്സ്. അപ്പോൾ ഞാൻ കുറച്ച് നമ്പറുകൾ പറയാം. 1 2 3 4 5 6 7 8 9 ഇത്രയും നമ്പറുകൾ തരാം. അപ്പം അതിനായിട്ട് ഒരു ക്വിക്കായിട്ട് ഒരു നമ്പർ മൈൻഡിൽ വിചാരിച്ചോ. ബ്രോ 1 to 9 എനി നമ്പർ. ഓക്കെ, ഇപ്പം 2 പേരും മൈൻഡിൽ ഒരു നമ്പർ ഉണ്ടല്ലേ? എനിക്കറിയാൻ യാതൊരു ചാൻസ് ഇല്ലല്ലേ? അപ്പം നിങ്ങൾ പറയുന്ന നമ്പറിൽ ഏത് സെലിബ്രിറ്റിയാണ് എൻ്റെ ഫോണിൽ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ആദ്യം നിങ്ങൾ നമ്പർ പറയൂ. എത്രയും പറഞ്ഞു? 4. 7. ഓക്കെ, 4 and 7 ഉപയോഗിച്ച് നമുക്ക് 2 ഡിജിറ്റൽ നമ്പർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? മീൻസ് 74 and 47 2 നമ്പർ ക്രിയേറ്റ് ചെയ്യാം. ഏത് പേരാണെന്ന് ഞാൻ ചൂസ് ചെയ്യാം. ഓക്കെ, 74 വേണമെങ്കിൽ 74, അല്ലെങ്കിൽ 47 വേണമെങ്കിൽ 47. ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല, ചെക്ക് ചെയ്യാം. ഏത് വേണം? 47 ഫിക്സ് ചെയ്യാമല്ലോ. അപ്പം നമുക്ക് നോക്കാം 47-ൽ ഏത് സെലിബ്രിറ്റി അറിയില്ല. 47 എന്നൊക്കെ പറഞ്ഞത് അത് 47-ൽ ഏത് സെലിബ്രിറ്റിയാണെന്ന് നോക്കാം. ആകെ ഒരു പേജ് മാത്രമേ ഉള്ളൂ, വേറെ പേജുകൾ എന്തെങ്കിലും ഉണ്ടോ? ഒരു പേജ് മാത്രമേ ഉള്ളൂ. നോക്കാം. ഫസ്റ്റ് ദുൽഖർ സൽമാൻ, മോഹൻലാൽ, പ്രണവ് മോഹൻലാൽ, എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ് ആണെന്ന് നോക്കാം. 47 ആരോ തന്നെ? ടോവിനോ തോമസ്. അപ്പോൾ 74 ആയിരുന്നെങ്കിലോ? ഉണ്ണിമേരി പഴമരിയാണ് അല്ലേ? ഉണ്ണിമേരി. അങ്ങനെ എല്ലാ സെലിബ്രിറ്റീസിന്റെ പേരുകളുണ്ട്. എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകളാണ്, കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരാണ്. ഇപ്പോൾ 47 ടോവിനോ തോമസ് ആണ്. എനിക്കറിയാം യാതൊരു ചാൻസ് ഉള്ളൂ. നിങ്ങൾ പറഞ്ഞ നമ്പർ മുൻകൂട്ടി പ്രവചിക്കാനുള്ള കഴിവൊന്നുമില്ല അല്ലേ? അത് നോക്കാം. ഇത് ടോവിനോ തോമസ് ആണെങ്കിൽ നിങ്ങൾ നല്ലൊരു ഐഡിയ ഇല്ലേ? തരുമോ? തരും. ഓക്കെ, അത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതിലാകെ ഒരു ഫോട്ടോ മാത്രമല്ല, ഒന്ന് ചെക്ക് ചെയ്യാം. ഒരു ഫോട്ടോ മാത്രമല്ല, ഒന്ന് ചെക്ക് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടോ അതിനുള്ളിൽ? എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കത്തിക്കല്ലേ? അതൊരു ഫോട്ടോ മാത്രമേ ഉള്ളൂ അല്ലേ? ടോവിനോ തോമസ് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ? ടോവിനോ തോമസ് 3 മാസം പ്രായമുള്ള എല്ലാവരും സാറ് കണ്ടിട്ടുണ്ടോ? സാറല്ലേ സാറ് സപ്പോർട്ട് മതിയല്ലോ. അത് കാര്യമല്ലോ, കയ്യടി പോരല്ലോ അല്ലേ? എല്ലാവർക്കും നോക്കാം. ശരിക്കും ടോവിനോ തോമസ് ആണെങ്കിൽ ടോവിനോ തോമസ്